ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുതിയ ആധാർ ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ഒരു ആപ്പിലൂടെ നമുക്ക് സ്വന്തമായി നമ്മുടെ ആധാർ കാർഡിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ അടക്കമുള്ള ഡീറ്റെയിൽസ് നമുക്ക് സ്വന്തമായി തന്നെ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മുൻപ് ഈ ഒരു സേവനം നമുക്ക് ആധാർ സേവാ കേന്ദ്രം വഴി മാത്രമായിരുന്നു ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. UIDAI പുറത്തിറക്കിയ ഏറ്റവും പുതിയ ആധാർ ആപ്പ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നത് എന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ട ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ മാറ്റുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ ഇതിനായിട്ട് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആധാർ ആപ്പിൻ്റെ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നിങ്ങളുടെ സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു 6 അക്ക പിൻ നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പിൻ നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കൺഫേം യുവർ പിൻ എന്നുള്ള ഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ ആധാർ ആപ്പിൻ്റെ മെയിൻ ഇൻ്റർഫേസിലോട്ട് ഇതുപോലെ വരുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ താഴ്ന്ന് മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ സർവീസസ് എന്നുള്ളതിൽ മൈ ആധാർ അപ്ഡേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ടാബിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. മൈ ആധാർ അപ്ഡേറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെയുള്ള മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് നേരെയുള്ള ആരോ കീയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ട ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്.